നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ റബ്ബർ ബീഡിങ് റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് നമ്മുടെ ചാനലിൽ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടുവാനായിട്ടുള്ള സാഹചര്യം എന്തെന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാരണം നമ്മുടെ സബ്സ്ക്രൈബർ കട്ടപ്പനയുള്ള പ്രതാപ് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഈ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് റബ്ബർ ബീഡിങ് റീപ്ലേസ് ചെയ്യണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധമായിട്ടും റബ്ബർ ബീഡിങ് റീപ്ലേസ് ചെയ്യണം. കാരണം ഈ കാണുന്ന ഗ്ലാസ് ഒട്ടിപ്പാണ്, ഗമ്മ് വെച്ച് ഒട്ടിക്കുന്ന ടൈപ്പാണ്. ഈ ഔട്ടർ സൈഡ്, ഈ കാണുന്ന ഔട്ടർ സൈഡിൽ മാത്രമാണ് റബ്ബർ ബീഡിങ് വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഔട്ടർ സൈഡിൽ മാത്രമാണ് റബ്ബർ ബീഡിങ് വരുന്നത്. എന്നാൽ കൂടിയും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കമ്പനിയിലാണെങ്കിലും പുറത്താണെങ്കിലും റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഈ ബീഡിങ് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ബീഡിങ് ആണ് എന്ന് പറഞ്ഞാൽ കൂടിയും ആ ബീഡിങ് നമുക്ക് തൽക്കാലം ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതിനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നീട് വരും കാലങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്കത് ഒട്ടിക്കാം. പക്ഷേ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും, വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് റബ്ബർ ബീഡിങ് റീപ്ലേസ് ചെയ്യണം. കാരണം പഴയ റബ്ബർ ബീഡിങ് വെയിലടിച്ച് മഴയൊക്കെ പെയ്ത് മഞ്ഞൊക്കെ അടിച്ചിട്ട് അത് ഹാർഡായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുതിയ റബ്ബർ ബീഡിങ് ഫ്ലെക്സിബിളായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ഗം ഒട്ടിച്ചാൽ കൂടിയും അത് ശരിയായിട്ടുള്ള രീതിയിൽ പിടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പഴയ റബ്ബർ ബീഡിങ്ങിന് ഒരു പോരായ്മ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ കാണുന്ന കർവ് വരുന്ന ഭാഗവും അല്ലെങ്കിൽ ഈ സെൻറ്റർ ഭാഗമൊക്കെ കുറച്ച് കയറിയിട്ടായിരിക്കും നിൽക്കുന്നത്. അതായത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. ചിലപ്പോൾ ഒരു ചെറിയൊരു ബെൻഡൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ചാൽ കൂടിയും അത് നിൽക്കണമെന്നില്ല. കാലക്രമേണ ഈ സൈഡിൽ നിന്നും വശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പലരും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരിക്കും റബ്ബർ ബീഡിങ്ങും ഗ്ലാസും എല്ലാം റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ 6000 രൂപ തൊട്ട് ഗ്ലാസ് നമുക്ക് അവൈലബിളാണ്. പുറത്തൊക്കെ നമുക്ക് 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാസും കിട്ടും. റബ്ബർ ബീഡിങ് എല്ലാം കൂടി വരുമ്പോൾ അതിൻ്റെ ഗമ്മും എല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 7000 രൂപ 8000 രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും. എന്നാൽ പോലും നമ്മളെ വാഹനത്തിൻ്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത്, വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും റബ്ബർ ബീഡിങ്ങും കൂടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉള്ള കാലം നമുക്കിതിൻ്റെ പിറകെ പണി ചെയ്ത് നടക്കേണ്ട ആവശ്യം വരില്ല. സേഫായിട്ട് മറ്റുള്ള കാലങ്ങളിൽ സേഫായിട്ട് ആ ഒരു ഭാഗം മാത്രം സേഫായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പോൾ പലർക്കും ആ ഒരു കാര്യം അറിയില്ല. നമ്മുടെ കയ്യിൽ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് പലരും പഴയ റബ്ബർ ബീഡിങ് ഒട്ടിക്കാൻ നോക്കും. അല്ലെങ്കിൽ പഴയ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് വിൻഷീൽഡ് ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് ആ പഴയ റബ്ബർ ബീഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കും. പിന്നെ ഗമ്മിൻ്റെ ആ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ, ആ ഗമ്മിൻ്റെ പൈസ മാത്രം കൊടുത്ത് ബാക്കി ചെയ്യാൻ നോക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ കാണുന്ന ഈ വശങ്ങൾ ഇവിടെയൊക്കെ ഈ കാണുന്ന ഭാഗത്തെല്ലാം പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്റ്റഡി ആയിരിക്കത്തില്ല, ഇവിടെയെല്ലാം കയറി ഇറങ്ങിയൊക്കെ നിൽക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. എന്തായാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് റബ്ബർ ബീഡിങ്ങും കൂടെ റീപ്ലേസ് ചെയ്യണം. പലർക്കും അത് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ചെയ്തത്. അപ്പം എല്ലാവരും ഈ ഒരു കാര്യം, പ്രത്യേകിച്ച് ഷവർലെറ്റിൻ്റെ തവേരയ്ക്ക് ഇങ്ങനൊരു വിഷയമുണ്ട്. ഈ കോർണർ സൈഡ്, ഈ കാണുന്ന വാട്ടർ ചാനലിൻ്റെ ഭാഗത്തും ഈ താഴത്തെ ഭാഗത്തും ഇവിടെ നിന്ന് മുകളിലോട്ടും ഇങ്ങനെ പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുമ്പോൾ, പുതിയ ഗ്ലാസ് ആയിക്കോട്ടെ പഴയ ഗ്ലാസ് ആയിക്കോട്ടെ, റബ്ബർ ബീഡിങ് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ, എന്തായാലും കൂടിയും അത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനനുബന്ധിച്ചുള്ള റബ്ബർ ബീഡിങ്, ഗമ്മ്, വിൻഷീൽഡ് ഗ്ലാസ്, ആ കോർണർ വരുന്ന മെറ്റൽ പീസുകൾ അതെല്ലാം റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ.